ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വേണ്ടിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൊഞ്ച് പുട്ടുണ്ടാക്കാം. കൊഞ്ച് പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാമോ? കൊഞ്ച് ചെമ്മീൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രേവിക്ക് സവാള അല്ലെങ്കിൽ ചെറിയുള്ളി, ഇപ്പം ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഇച്ചിരി വെളുത്തുള്ളി, പിന്നെ അടുത്ത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ നമുക്കിതിനെല്ലാം സെറ്റ് ചെയ്യാം. എല്ലാവർക്കും കാണാം. എന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കൊഞ്ച് പുട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഗ്രേവി സെറ്റാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തു, പാൻ വച്ചു. അടുത്ത് കടുക് വറുക്കാനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. നല്ല പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് നമുക്ക് മുമ്പ് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടില്ല, അതിൻ്റെ ഒന്ന് വാട്ടാം. മതി, ഒരുപാട് നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളത്തിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് ഇതിന് നല്ലോണം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ചിട്ടാക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവി സെറ്റാവുന്ന സമയത്ത് നമുക്ക് പുട്ടുണ്ട് മാവ് കുഴയ്ക്കാം. ഉപ്പിട്ടു, നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനയ്ക്കണേ. അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട്ടോ അല്ലേ പാരുമ്പോൾ അവരങ്ങനെ വരില്ല. ഗോതമ്പാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കാനുള്ളത്. എന്നാലും തളിച്ച് തന്നെ ഇങ്ങനെ മാവ് കുഴച്ചെടുക്കണം. പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ ചോദിക്കാറുണ്ട്, ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമ്പോഴേ അവൾക്ക് പുട്ടുണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതെന്താണെന്നറിയാം അതിൻ്റെ അർത്ഥം വെച്ചാൽ, ഈ മാവ് നനയ്ക്കുന്നത് അതൊരു സെറ്റാണ്, അതിൻ്റെ ഒരു ടൈമിങ്, അതിൻ്റെ വെള്ളം ചേർക്കലൊക്കെ. അപ്പം നല്ല രീതിയിലുള്ള പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പാചകവും കുട്ടിക്ക് അറിയാം എന്നാണ്. നമ്മൾ വിചാരിക്കും പുട്ടുണ്ടാക്കാൻ അറിയാമെങ്കിൽ എങ്ങനെ അതൊന്ന് ചോദിക്കും. അത് അല്ലെങ്കിൽ പരുവം പഴിച്ചാൽ പോലെ എന്നാൽ പണ്ടുള്ളവർ പറയണം കേട്ടോ. ഇപ്പോഴത്തെ അല്ല. വേണ്ട, നമ്മൾ നനയ്ക്ക ഈ ഉണക്കി മെഷീനിൽ വറുത്ത് വെച്ചിരിക്കുന്ന മാവൊക്കെ ആണെങ്കിൽ ഇതുപോലെ കൂടി വരും. അപ്പോൾ അത് ആവശ്യത്തിന് കണക്കിനെടുക്കണം, അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി ഇതിനെ നമുക്ക് സെറ്റാക്കി വയ്ക്കാം. ഇപ്പം നല്ല പാകമായിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അല്ല, അപ്പോൾ അതൊന്ന് ഉണങ്ങി ഒന്ന് പിടിക്കട്ടെ. നോക്കാം, ആയിട്ടുണ്ട്. ഇത്രയും മതി. കാരണം നമുക്ക് ഗ്രേവി കൂട്ടൊക്കെ ഇട്ട് വേവണമല്ലോ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി പൊടിയും കൂടി കൊടുക്കാം. ഈ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ തന്നെ എരിവുള്ളത് കൊണ്ട് മുളക് പൊടി അത്ര വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടിന് നോക്കാം. നമുക്കിനി കൊഞ്ച് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഗ്രേവി ആയി വച്ച കുറച്ച് വേവാനുണ്ടല്ലോ. ഇതെല്ലാം ഒന്ന് വാട്ടി അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ചുറ്റിച്ചിട്ട് എല്ലാത്തിലും അയന് ശേഷം
ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലോണം കിടന്ന് വെന്ത്, അപ്പോൾ ഇതൊന്ന് നല്ല വെന്ത് കുറുകി വരട്ടെ. ഏതാണ്ട് ഇതാ ശരിയായിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഡ്രൈ ആവണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി പച്ച കറിവേപ്പില, മല്ലിയിലയും കിട്ടുന്നത്. ഈ മല്ലിയിലയുടെ കാര്യം നേരത്തെ പറയാൻ കിട്ടുപോയി. അതും കൂടി ഒന്ന് സെറ്റായി നല്ല കുറച്ചുകൂടി ഗ്രേവി ഒന്ന് കുറഞ്ഞ് നല്ല തിക്കായി വരണമെങ്കിൽ എത്ര ആയി നമുക്ക് ഇങ്ങനെയുള്ള ഇത് വരണ്ട. അപ്പോൾ ഇതാ നമ്മളെ ഗ്രേവി സെറ്റായിട്ടുണ്ട്. നമുക്കിനി പുട്ടുണ്ടാക്കാം. ഇതാ അത്രയും മതി കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള മാവ് ഉണങ്ങിയതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇത് ഉണക്ക മാവായതുകൊണ്ട് ഇച്ചിരി തളിച്ചെടുക്കണം. അപ്പോൾ ഈ ഗ്രേവി നമ്മൾ തേങ്ങ ഇടുമ്പോൾ ഇതിനകത്തോട്ട് ഇടണമെന്നില്ല, അല്ലെങ്കിൽ ശകലം തേങ്ങ ഇട്ടാലും മതി. പക്ഷെ ഇപ്പം നമ്മൾ തേങ്ങ ഇടാത്തത് കൊണ്ട് നമുക്ക് ആദ്യം ശർക്കര മാവ് തന്നെ വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ ഹോളിൽ കുടുങ്ങി പോരില്ലേ. ഇനി അടുത്തതാ ഗ്രേവി. ഇനി വീണ്ടും മാവ്. ഇനി കുറച്ച് ഗ്രേവി. ചെറിയ കുറ്റിയാണ് കേട്ടോ, അപ്പോൾ ചെറിയ കുറച്ച് കുറ്റ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മീതെ വേണം വയ്ക്കണമെന്നില്ല. നമ്മളൊരു കളർഫുൾ വരണം, കാരണം അടിയിൽ വെള്ളമല്ലേ. പിന്നെ കൂട്ടിട്ടു, പിന്നെ വെള്ളം ഇട്ടു, പിന്നെ കൂട്ടിട്ടു. ഇത് വയ്ക്കണമെന്നില്ല, നമുക്കൊരു ശകലം വയ്ക്കാം, ഒരു ഭംഗിക്കാണ് ഇരുന്നൊക്കെ. ഓക്കെ, ഇനി അത് ആവിയട്ടെ. നമ്മുടെ കൊഞ്ച് പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുത്തിയിടാം. കണ്ടോ, ഇതാ എങ്ങനെയുണ്ട് നമ്മുടെ കൊഞ്ച് പുട്ട്. കണ്ടോ കൂട്ടുകാരെ, എങ്ങനെയുണ്ട്? എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആ മണം ഉണ്ടല്ലോ, എന്തൊരു മണമെന്നറിയാം. നമുക്കിനി ഇത് വേറൊന്നും തന്നെ വേണ്ട കഴിക്കാനായിട്ട്. കൊഞ്ച് പുട്ട്, പ്രോൺസ് പുട്ട് നമുക്ക് കഴിക്കാം. റെസിപ്പി എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാം കണ്ട് ഇതേപോലെ ചെയ്യണം. അടിപൊളി പുട്ടാണ് കേട്ടോ, ടേസ്റ്റ്. ഇതിൻ്റെ മണം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. വാവ്, കൊഞ്ച് അടിപൊളി കൊഞ്ച്, നല്ല എരിയൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ പുട്ട്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അതേപോലെ നോക്കി. പിന്നെ ഇതിൽ വേറൊരു കാര്യങ്ങളുണ്ട്. ഇന്ന് പുട്ടുമേള 5ാം ദിവസമാണ്. ഇടയ്ക്ക് ഞാൻ കൊടുക്കാതിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരുന്നതിനെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഡെയിലി വരുമ്പോൾ ഞാൻ നമ്പേഴ്സ് പറയാം കേട്ടോ. ഇത് 5ാം ദിവസം. പുട്ടുകൾ ഒത്തിരി പുട്ടിലായിരുന്നു, അപ്പോൾ ഓരോ പുട്ടുകളായിട്ട് നമ്മൾ വരുമ്പോൾ ഓരോ ദിവസത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ അടിപൊളി പുട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുവരെ എല്ലാവർക്കും ബായ്.